വെൽക്കം ബാക്ക്. ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള എല്ലാവർക്കും മനോജ് 108 എന്ന് പറഞ്ഞ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് 7th ലോർഡ് ആൻഡ് മാരേജ്. ജ്യോതിഷത്തില് അസ്ട്രോളജിയിൽ 12 ഭാവങ്ങളാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൗസാണ് 7th ഹൗസ്. ഈ 7th ഹൗസിന് ഏതെങ്കിലും രീതിയിലുള്ള അഫ്ലിക്ഷനോ അല്ലെങ്കിൽ പാപഗ്രഹങ്ങൾ നിൽക്കുക, സൂര്യൻ, കുജൻ, ശനി, രാഹു, കേതു, ഇവ പാപഗ്രഹങ്ങള് 7ാം ഭാവത്തിൽ നിൽക്കുമോ, 7ാം ഭാവാധിപന്റെ കൂടെ രാഹു, കേതു, അഫ്ലിക്ഷനോ, 7ാം ഭാവത്തിൽ നെപ്റ്റ്യൂൺ, ശുക്രൻ, ഈ 7ാം ഭാവാധിപന്റെ കൂടെ രാഹു, കേതു, പാപഗ്രഹങ്ങള്, സൂര്യന്, കുജന്, ഇവ ഗ്രഹങ്ങളൊക്കെ ശനിയുടെ ദൃഷ്ടി ഒക്കെ ഹെവി ആയിട്ടുള്ള അഫ്ലിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഒരു മാരേജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക്, ഒരു കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ പൊസിഷൻ മാരേജിന് മുമ്പ്, അതിനെക്കാട്ടിലും നിങ്ങളുടെ ജീവിതം വേറൊരു രീതിയിലേക്ക് പോകും. ഇങ്ങനെ ഞാൻ പറയുമ്പോഴത്തേന് പലർക്കും ഇപ്പം മോഡേൺ യുഗത്തിൽ ജ്യോതിഷം ചെയ്യുന്ന പലർക്കും പിടിക്കത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിധി പൂജ ചെയ്തോ വഴിപാട് ചെയ്തോ ഒന്നും മാറ്റാൻ പറ്റുന്നതല്ല. അഥവാ അങ്ങനെ നമുക്ക് ചില അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മാറ്റാൻ പറ്റും. പക്ഷേ അർഹതപ്പെടാത്തത് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമ്പോഴത്തേന് നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് പ്രതീക്ഷിച്ച് വേണം ഈ പൂജയും വഴിപാടും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോയി നേർന്ന് ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഗ്രഹനിലയിലും ഓരോരോ ഡെസ്റ്റിനിയാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ളവരെ നോക്കിയല്ല നമ്മൾക്ക് ജീവിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ എന്താണെന്ന് അറിയുന്ന ഒരു ടൂളാണ് ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അറിയണമെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ബർത്ത് ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും എക്സാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ജ്യോതിഷം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ നിങ്ങൾ ജനിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ മുമ്പിലോട്ട് പോകുക എന്നുള്ളത്, നിങ്ങളുടെ മനസ്സ് പറയുന്ന രീതിയിൽ മുമ്പിലോട്ട് പോകുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ജ്യോതിഷം കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അർഹതപ്പെടാത്ത പല കാര്യങ്ങളും നമ്മൾ കൈവെക്കാൻ നോക്കും ഈ ലോകത്ത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പലരും കാണിക്കുന്ന പല മണ്ടത്തരങ്ങളും വേറെ പലരും കാണിക്കുന്ന അച്ചീവ്മെൻറ്റ്സും നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ കൈവെക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഗ്രഹനിലയിൽ അതിന് വിധിക്കപ്പെട്ടതാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൈവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു സക്സസ് ഉണ്ടാവും. അല്ലാത്തവർ ഇപ്പം ഒരു കുടുംബജീവിതം ഉണ്ടാകാൻ വിധിയില്ലാത്തവർക്ക് കുടുംബജീവിതം ഉണ്ടാകും. പിള്ളേരുണ്ടാകാൻ ഉള്ളവർക്ക് മാത്രമേ കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ ആ ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഈ ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് അർഹതപ്പെടാത്ത എന്ത് കാര്യവും നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തുകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പം ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൗസാണ് 7th ഹൗസ്. 7th ഹൗസിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അഫ്ലിക്ഷന്, രാഹുവായിട്ടോ കേതുവായിട്ടോ, സൂര്യൻ നിൽക്കുക, കുജൻ നിൽക്കുക, ശനി ദൃഷ്ടി ചെയ്യുക, അല്ലെങ്കിൽ ശുക്രനുമായിട്ട് രാഹു കേതു ബന്ധം, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജീവിതം, ഒരു കുടുംബജീവിതം ഉണ്ടാകത്തില്ല. അപ്പം ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹനിലയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ മുമ്പിലോട്ട് പോവുക. അല്ലാത്ത പക്ഷം നമുക്ക് പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളും ധനനഷ്ടങ്ങളും മാനഹാനി, ചീറ്റിങ് ഒക്കെ നടക്കും. അതുകൊണ്ടാണ് ഇന്ന് മാരേജ് എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് ഒരു 100 പേരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 പേര് പോലും സമാധാനമായിട്ട് ജീവിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് ഡിവോഴ്സ് ആകുന്നു. കല്യാണത്തിന് മുമ്പ് പല ബന്ധങ്ങൾ, കല്യാണം കഴിഞ്ഞ ബന്ധങ്ങൾ. അപ്പം ഒരാളുടെ ഗ്രഹനില നോക്കുമ്പോഴത്തേന് 7ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ്റെ കൂടെ രാഹു കേതു, 7ാം ഭാവാധിപനെ ശനി ദൃഷ്ടി ചെയ്യുക, കുജന്, സൂര്യന്, ഇവ ഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഗ്രഹനില
ഒരു കല്യാണം മാച്ച് മേക്കിങ്ങിനായിട്ട് വരുമ്പോഴത്തേന് നമ്മളെപ്പോഴും അതിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം ഭാവാധിപന് എപ്പോഴും ശുദ്ധമായിരിക്കണം. 7ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കരുത്. അതുപോലെ തന്നെ 7ാം ഭാവാധിപന് ഉച്ചത്തിലായിരിക്കണം. 6, 8, 12 7ാം ഭാവാധിപൻ പോകരുത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ശരിക്കും വിഷം കഴിക്കുന്നത് പോലെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം താറുമാറാവും. നിങ്ങളുടെ ഓരോ സ്റ്റേജിലും, ഓരോ വർഷം കഴിയുമ്പോഴത്തേനും, ഓരോ മാസം കഴിയുമ്പോഴത്തേനും നിങ്ങൾ എവിടെയാണോ ഗ്രൗണ്ട് ചെയ്ത് നിൽക്കുന്നത് അത് 1 by 1 ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് പോകുന്ന ഒരു അവസ്ഥ വരും. ഞാനിത് ഒരു നെഗറ്റീവ് സൈഡ് പറയില്ല. നമുക്ക് ഒരാൾക്ക് ഈ ലോകത്ത് കല്യാണം കഴിക്കാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. കല്യാണം കഴിച്ച് സഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും 80% കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ആണുങ്ങൾ. അത് നമ്മൾ അറിയണമെങ്കിൽ ഫോറിൻ കൺട്രീസിലോട്ട് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആണുങ്ങൾ വെറും കഴുതകളായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് വെറും കിഴങ്ങന്മാരെയും കഴുതകളെയാണ് മാരേജ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ആണുങ്ങളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഈ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുമ്പോഴത്തേനും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ഗ്രഹനില നോക്കുക എന്നുള്ളത്, മാച്ച് മേക്കിംഗ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമ്മുടെ കൂടെയുള്ള അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന പാർട്ട്ണർ കറക്റ്റ് അല്ലെങ്കിൽ, അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അവരുടെ നില പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മൾ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും എത്ര നല്ല രീതിയിൽ നമുക്ക് ജീവിക്കുന്നതാണെങ്കിലും നമ്മുടെ ജീവിതം മുമ്പിലോട്ട് പോകത്തില്ല. ഓക്കെ, പ്രത്യേകിച്ച് മാച്ച് മേക്കിംഗ് ചെയ്യുമ്പോഴത്തേന് സെവൻത്ത് ലോഡ് നമ്മൾ നോക്കുമ്പോൾ തന്നെ എക്സാക്റ്റ് ആയിട്ടുള്ള ബർത്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ രാശിയും ഭാവചലത്തും അതുപോലെ തന്നെ D30 ചാർട്ടും നോക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ D30 ചാർട്ടിലും രാശി ചാർട്ടിലും ഭാവചൽ ചാർട്ടിലും 7ാം ഭാവാധിപൻ ഏത് പൊസിഷനിലാണ് നോക്കണം. 7ാം ഭാവാധിപൻ നിൽക്കുന്ന പൊസിഷനും 7ാം ഭാവാധിപൻ്റെ കൂടെ രാഹുവും കേതുവും അഫ്ലിക്ഷൻ ഉണ്ടോ, ക്ലോസ് കൺജങ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുക, അല്ലെങ്കിൽ 7ാം ഭാവത്തിൽ കുജൻ നിൽക്കുക, ശനി ദൃഷ്ടി ചെയ്യുക, സൂര്യനും കുജനും ശനിയും കൂടെ നിൽക്കുക, അല്ലെങ്കിൽ രാഹു കേതു, ഇങ്ങനെ ക്ലോസ് കൺജങ്ഷനും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ശുക്രനും നെപ്റ്റ്യൂണും 7ാം ഭാവത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ ചീറ്റിങ് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജിന് മുമ്പോ മാരേജ് കഴിഞ്ഞിട്ടോ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടോ ഡിവോഴ്സോ, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയില്ലെങ്കിൽ മരണം ഉണ്ടാവും. ദീർഘായുസുള്ള ആൾക്കാർ തമ്മിൽ ഈ വക അഫ്ലിക്ഷനുള്ള ഒരു ഗ്രഹനില ആയിട്ട് നമ്മൾ മുമ്പിലോട്ട് പോവുകയാണെങ്കിൽ 100% അവർ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ 4 വർഷം കഴിയുമ്പോഴത്തേന് ഡിവോഴ്സ് ആവും. ഇന്ന് ഡിവോഴ്സ് റേറ്റ് ഒക്കെ കൂടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആണുങ്ങൾ കല്യാണം കഴിക്കുമ്പോഴത്തേന് മെയിനായിട്ട് ഈ ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഒക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അനലൈസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ കള്ളത്തരം കാണിക്കുകയും കള്ളത്തരം പറയുകയും ചീറ്റിങ് നടക്കുന്നത് മാരേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഞാൻ ഇനി എക്സാമ്പിളായിട്ട് കാണിക്കുന്ന ചാർട്ട് എൻ്റെ അടുത്ത് കൺസൾട്ടേഷനും അതുപോലെ തന്നെ എനിക്ക് പരിചയമുള്ള ആൾക്കാരുടെയും ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ചാർട്ടിനകത്ത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. കാരണം വെച്ചാൽ അത് കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും 7ാം ഭാവത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, ഓൾറൈറ്റ്. ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന ചാർട്ട് 7ാം ഭാവാധിപന് അഫ്ലിക്ഷനുള്ള ചാർട്ടുകളാണ്. ഓക്കെ, ഫസ്റ്റ് ചാർട്ട് എനിക്ക് പരിചയമുള്ള ഒരാളുടെ ചാർട്ടാണ്. ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഒന്നും റിവീൽ ചെയ്യുന്നില്ല. ഈ ചാർട്ടിൽ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ ഭർത്താവ് ഒരു 3 മാസം മുമ്പ് മരിച്ചുപോയി. ഓക്കെ, ഈ പുള്ളിക്കാരി മാരീഡാണ്, കുട്ടികളുണ്ട്, വിദേശവാസമൊക്കെ ചെയ്ത് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ ഗ്രഹനില നമ്മൾ നോക്കുമ്പോഴത്തേന് ഇതിൻ്റെ 2ാം ഭാവത്തിൽ, രാശി ചാർട്ട് നോക്കുമ്പോഴത്തേന് 2ാം ഭാവത്തിൽ രാഹുവും കുജനുമായിട്ട് നിൽക്കുവാണ്. ഓക്കെ, 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുവാണ്. 7ാം ഭാവത്തിൽ ശുക്രനോ നെപ്റ്റ്യൂണോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും രീതിയിലുള്ള ചീറ്റിങ്ങോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ 7ാം ഭാവാധിപന്
8-ൽ പോയേക്കുവാണ്. 7-ാം ഭാവാധിപൻ 6, 8, 12 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരുടെ ഗ്രഹനിലയാണെങ്കിലും മെയിലിൻ്റെ അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ ആണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു നാശം ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കും. ഓക്കെ, അപ്പം ഈ ഗ്രഹനില അനുസരിച്ച് 7-ാം ഭാവാധിപൻ 8-ൽ രവിശിക യോഗമാണ്. അതായത് സൂര്യനും ബുധനും കേതുവായിട്ട് 7-ലും 8-ലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ ഒരു പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പേ ഭർത്താവ് മരിക്കുമോ എന്നുള്ളതാണ് ഈ ഗ്രഹനിലയിലെ ഒരു ഇത്. അപ്പം ഈ ഗ്രഹനില പ്രകാരം ചന്ദ്രൻ്റെ 6, 8, 12 വ്യാഴം നിൽക്കുവാണ്. ഓക്കെ, ചന്ദ്രൻ്റെ 8-ൽ വ്യാഴം നിൽക്കുവാണ്. ഓക്കെ, ആ വ്യാഴം ലഗ്ന കേന്ദ്രത്തിലുമല്ല. അപ്പം ഈ പർട്ടിക്കുലർ ജാതകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകട യോഗം എന്ന് പറഞ്ഞൊരു യോഗമാണ്. ഓക്കെ, അപ്പം ആ പർട്ടിക്കുലർ ദശാസന്ധി വ്യാഴദശ തുടങ്ങിയപ്പോഴേ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ഭർത്താവ് മരിച്ചു. നെപ്റ്റ്യൂൺ രാഹുവായിട്ട് നിൽക്കുവാണ്. 7-ൽ വ്യാഴവും കുജനുമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ 7-ാം ഭാവാധിപൻ അഫ്ലിക്ഷനാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ലേക്ക് 10-ൽ നിൽക്കുന്ന ശനി വീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിയുമ്പത്തിന് ഇവരുടെ പഴയ റിലേഷൻഷിപ്പ് തുടരുകയും അതുപോലെ തന്നെ കല്യാണത്തിൽ കുട്ടികളുണ്ടാകുമ്പോഴത്തേന് ഭർത്താവിൻ്റേതല്ലാത്ത കുട്ടികളെ ജനിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന യോഗങ്ങളുള്ള ഒരു ഗ്രഹനിലയാണ്. അപ്പം ഈ 7-ാം ഭാവം എപ്പോഴും ശുദ്ധമായിരിക്കണം. ഈ ഒരു 7-ാം ഭാവത്തിൽ ഇപ്പം ലഗ്നഭാവം ഇത് കന്നി ലഗ്നമാണ്. ഇതിൻ്റെ 7-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൻ രാശിയാണ്. ഓക്കെ, അപ്പം ഈ ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും ഉണ്ടാകരുത്. അതുപോലെ തന്നെ ഇപ്പം 7-ാം ഭാവാധിപന് വ്യാഴമാണ്. ഈ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുക ഒക്കെ നല്ലൊരു സൈനാണ്. പക്ഷേ ഈ 7-ാം ഭാവാധിപന് 6, 8, 12 പോവുക, 7-ാം ഭാവാധിപൻ്റെ കുജൻ നിൽക്കുക, അതുപോലെ തന്നെ ശനി വീക്ഷിക്കുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ദാമ്പത്യ ജീവിതം അവർക്കൊരിക്കലും ശാശ്വതമാകത്തില്ല. അതുപോലെ തന്നെ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളും പ്രോപ്പറായിട്ട് അവർക്ക് ഒരു മനസ്സമാധാനം കൊടുക്കുന്ന ഒരു ഡെസ്റ്റിനിയിലേക്ക് പോകത്തുമില്ല. അതുപോലെ തന്നെ D30 നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ D30-ൽ ലഗ്നത്തിലോ 7-ലോ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7-ൽ സൂര്യൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ കല്യാണം കഴിക്കുന്നത് അവർ നമ്മളെ ചീറ്റ് ചെയ്യും. അതുപോലെ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് മരിക്കുമോ എന്നുള്ളത് ഷുവറാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അസ്ട്രോളജറൊക്കെ പറയും അതിനെ വ്യാഴം വീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് അല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സ്ക്രിപ്റ്റേഴ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് വേണോ വേണ്ട എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഗ്രഹനില നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് മുമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ സഫർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അതുമായിട്ട് മുമ്പിലോട്ട് പോവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. ഇതാണ് ഇതിനൊരു പ്രതിവിധി. അതുകൊണ്ട് 7-ാം ഭാവം എപ്പോഴും ശുദ്ധമായിരിക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം ഭാവത്തിൽ ഒരു ഗ്രഹങ്ങളും ഉണ്ടാകരുത്. അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ നല്ല പൊസിഷനിലായിരിക്കണം. ഇപ്പം ഈ ഒരു ഗ്രഹനിലയിൽ 7-ൽ സൂര്യൻ നിൽക്കുവാണ് D30-ൽ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഇതൊരു മെയിലിൻ്റെ ചാർട്ടാണ് US-ലുള്ള. ഓക്കെ, അപ്പം ഈ പുള്ളിക്കാരനെ കെട്ടിയ ഭാര്യ അവസാനം ഈ പുള്ളിക്കാരനെ ചീറ്റ് ചെയ്ത് ഡിവോഴ്സിന് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു മാച്ച് മേക്കിങ്ങിന് നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ഗ്രഹനിലയായിട്ട് വരുമ്പോഴത്തേന് നമ്മൾ കാര്യങ്ങളൊക്കെ അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ആ പ്രപ്പോസലുമായിട്ട് മുമ്പിലോട്ട് പോകേണ്ട എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് പലരുടെയും ഗ്രഹനില നോക്കിയിട്ട് ഓരോരുത്തർക്കും വരുന്ന നാശങ്ങൾ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ 7-ാം ഭാവം ശുദ്ധമായിരിക്കണം. അല്ലെങ്കിൽ പല രീതിയിലുള്ള അനിഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് പല രീതിയിലായിരിക്കും. ഒന്നിൽ ചീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ മരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ ഡിവോഴ്സ് ആവും. ഇവ പല രീതിയിലും കഷ്ടതകൾ അനുഭവിക്കും 7-ാം ഭാവാധിപന് അഫ്ലിക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പം ഇതെല്ലാം ചിന്തിച്ചിട്ട് വേണം മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാനായിട്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജ്യോതിഷത്തിൽ റിസർച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടെക്നിക്കൽ ഡീറ്റെയിൽസ് റിവീൽ ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം കൊണ്ട് ആൾക്കാരുടെ ഡെസ്റ്റിനി മാറ്റുമല്ല, നമുക്ക് ജീവിതത്തിൽ വരുന്ന സഫറിങ്
മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു ടൂളാണ് ജ്യോതിഷം. ഓക്കെ, അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു ചാനൽ യൂട്യൂബിൽ തുടങ്ങാൻ കാരണം. ഓക്കെ, എനിവേ, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ചാനലിൽ വന്ന് ഈ വീഡിയോ വാച്ച് ചെയ്തതിന് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.